സ്വർഗരാജ്യപ്രവേശനത്തിനായി ബാലന്റെ നിക്കറൂരിയ പോൾ തട്ടുപറമ്പലിനെതിരെ പോക്സോ കേസ്. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടെയല്ലോ എന്ന് കർത്താവ് പറഞ്ഞു എന്നും പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ റേഡിയേറ്റർ പഴുത്ത് നടക്കുന്ന പാതിരിപ്പാമ്പുകളുടെ അടുത്ത് വിടരുത്. കണ്ണു തെറ്റിയാൽ ഇവറ്റകൾ അവരെ നശിപ്പിക്കും. അപ്രകാരമുള്ള എത്രയോ സംഭവങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു. അപ്രകാരം ശിശുപീഡനം നടത്തിയ പാതിരിപ്പാമ്പുകൾ ഇപ്പോഴും കുർബാനയും കളിച്ച് ഇതിലെ തരാപ്പര നടപ്പുണ്ട്. കത്തോലിക്ക പാതിരിമാരുടെ ബാലപീഡന പരമ്പരകളിൽ ഏറ്റവും പുതിയൊരു കേസ് ഇപ്പോൾ ഇതാ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ തലശ്ശേരി രൂപതയിൽപ്പെട്ട ഒരു പള്ളിയിലാണ്. ജില്ലയോ പള്ളിയുടെ പേരോ ഒന്നും ഞങ്ങൾ നൽകുന്നില്ല. കാരണം ഇരയുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന തരത്തിലുള്ള യാതൊന്നും പോക്സോ ജുവനൈൽ ജസ്റ്റിസ് വകുപ്പുകൾ പ്രകാരം നൽകുവാൻ പാടില്ല. എന്നാൽ ഈ പാതിരയുടെ വിവരം വെളിപ്പെടുത്താതിരിക്കുവാൻ നിർവാഹമില്ല. കാരണം ഇത്തരം പീഡോഫീലിയ രോഗികളെ വിശ്വാസികൾ തിരിച്ചറിയണം. ഇവരുടെ അടുത്തേക്ക് നമ്മുടെ പൊന്നോമനങ്ങളെ യാതൊരു കാരണവശാലും അയക്കരുത്. ഇതിനു മുമ്പും ഇയാൾ പല കുട്ടികളുടെ അടുത്തും ഇത്തരം മോശം പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മാതാപിതാക്കളിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞു. പക്ഷേ പലരും അത് പരാതിയായി കൊടുക്കാത്തത് നാണക്കേട് ഭയന്നാണ്. ഇത് ഇത്തരം പീഡോഫീലിയ ഞരമ്പൻ പാതിരികൾക്ക് വളമാകുന്നു. ചെല്ലുന്ന പള്ളികളിലെല്ലാം ഇവന്മാർ ഇത്തരം പണികൾ ആവർത്തിക്കുന്നു, പിന്നീട് അവിടുന്ന് കടന്നു കളയുന്നു. ഇരകളാകുന്ന കുഞ്ഞുങ്ങൾ ആജീവനാന്തം ആ ട്രോമയും മനസ്സിലിട്ട് നീറി ജീവിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത ഒരു ബാലനെ പീഡിപ്പിച്ചു എന്ന പരാതിയിന്മേൽ പോൾ തട്ടുപറമ്പലിനെതിരെയാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോക്സോ കേസ് ചുമത്തി ചിറ്റാരിക്കൽ പോലീസാണ് ക്രൈം നമ്പർ 369/2025 നമ്പറായി FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2024 മെയ് 15 മുതൽ ഓഗസ്റ്റ് 13 വരെ വിവിധ ദിവസങ്ങളിലായി ബാലനെ പീഡനത്തിനിരയാക്കിയെന്നാണ് പരാതി. വിദ്യാർത്ഥി കൗൺസിലിങ്ങിനിടെ വിവരം പറയുകയായിരുന്നു. തുടർന്ന് ഈ വിവരം പോലീസിന് കൈമാറിയതോടെയാണ് ചിറ്റാരിക്കൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേസെടുത്തതറിഞ്ഞ് പ്രതി ഒളിവിൽ പോയിരിക്കുകയാണ് എന്നാണ് പോലീസ് ഭാഷ്യം. തലശ്ശേരി രൂപതാധ്യക്ഷൻ ജോസഫ് പാംപ്ലാനിയുടെ ഏറ്റവും അരുമ ശിഷ്യനാണത്രേ ഈ പോൾ തട്ടുപറമ്പിൽ. ഈ ഞരമ്പൻ പാതിരി കുർബാന കളിയല്ലാതെ സംഗീത സംവിധാനം, ഗാനാലാപനം, ആൽബനിർമ്മാണം എന്നുവേണ്ട സകലകലാ വല്ലഭനായിരുന്നു. നാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ കുഞ്ഞുങ്ങളെപ്പോലെ നിർമ്മല ഹൃദയമുള്ളവരായിരിപ്പിൻ, അവരിൽ കാപട്യമില്ല, അവരെ പോലെ വിനീത ഹൃദയമുള്ളവരായിരിക്കണം എന്നൊക്കെ പള്ളിയിൽ നിന്ന് തള്ളിമറിക്കുന്ന ഇവൻ തരം കിട്ടിയാൽ ആൺകുട്ടികളുടെ നിക്കറൂരുമായിരുന്നു എന്നാണ് വിവരം. എപ്പോഴും ആൾത്താര ബാലന്മാർ ചുറ്റുമുണ്ടാവണം. നമുക്കിവന്റെ ആ ഡയലോഗടി ഒന്ന് കാണാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, തിരുകുടുംബത്തിൻ്റെ തലവനായ വിശുദ്ധ യൗസേപ്പ് പിതാവ് കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി ഒരു തച്ചൻ്റെ ജോലി ചെയ്യുകയും പരിശുദ്ധ അമ്മ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ഉണ്ണീശോയും കൂട്ടുകാരും കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ പ്ലോട്ടിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുക. അതിന് താഴെ ഇങ്ങനെ ആലേഖനം ചെയ്തിരിക്കുകയാണ്: തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, കർഷകർക്കും തൊഴിൽ രഹിതർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു നൊമ്പരമാണ് തൊഴിലില്ലായ്മ. ഒത്തിരിയേറെ സ്വപ്നങ്ങൾ കണ്ട്, ജീവിതത്തെക്കുറിച്ച് നിറമുള്ള സ്വപ്നങ്ങൾ കണ്ട് വിദൂരങ്ങളിലേക്കൊക്കെ യാത്രയായ പ്രിയപ്പെട്ടവർ ഇന്ന് തൊഴിൽ രഹിതരായി നമ്മുടെ വീടുകളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. പ്രതീക്ഷയില്ലാതെ വലിയ നിരാശയിലൂടെ കടന്നു പോവുകയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം തൊഴിൽ രഹിതർക്ക് വേണ്ടി യാചിക്കുന്നത് ഏറെ അനുഗ്രഹപ്രദമാണ്. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയും കർഷകർക്ക് വേണ്ടിയും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ വിശുദ്ധ യൗസേപ്പ് പിതാവിലൂടെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കുർബാന കളിക്കുന്നത് കാണുക. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ എന്നും പറഞ്ഞ് കൈവർപ്പിച്ചിട്ട് ആ കൈകൊണ്ട് തന്നെയാണ് ശിശുപീഡനത്തിന് ഇവനിറങ്ങുന്നത്. പിഞ്ചു ബാലന്മാരുടെ മലദ്വാരത്തിൽ സ്വർഗരാജ്യം കാണുന്ന ഈ കള്ളപ്പന്നികളുടെ അടുത്ത് പോയി ആ കൈമുത്തുന്ന നിങ്ങളെയൊക്കെ എന്ത് വിളിക്കണം മൊണ്ണകളെ. ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും തന്നെയാണ് ഞങ്ങൾക്ക് ഈ ക്രൈം നമ്പർ അടക്കമുള്ള വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. പാതിരി ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. പാംപ്ലാനിയും സംഘവും ലക്ഷങ്ങളുമായി ഈ കേസ് അട്ടിമറിക്കുവാൻ ഇറങ്ങിക്കഴിഞ്ഞു എന്നാണ് വിവരം. പാതിരിയെ ഒളിവിൽ പാർപ്പിച്ച് മുൻകൂർ ജാമ്യം കരസ്ഥമാക്കും. ഇതിനിടയിൽ ആ ബാലൻ്റെ മാതാപിതാക്കളെ വിരട്ടിയോ സ്വാധീനിച്ചോ പരാതി പിൻവലിക്കുകയോ മൊഴി മാറ്റിക്കുകയോ
രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കുകയോ ചെയ്യും. ഇതാണ് സാധാരണ ഒരു കൂതാശ കുർബാന തൊഴിലാളി പീഡന കേസുകളിൽപ്പെട്ടാൽ ഉള്ള നാട്ടുനടപ്പ്. ദയവായി മാതാപിതാക്കൾ മൊഴി മാറ്റരുത്. ആരെയും നിങ്ങൾ ഭയക്കരുത്. ഇതുപോലെ ഇവൻ്റെ ഉപദ്രവമുണ്ടായവരെല്ലാം പോലീസിൽ കേസ് കൊടുക്കുക, ഇവനെ ജയിലിൽ വിടുക. ഇനി ഒരൊറ്റ പാതിരിപ്പാമ്പുകളും കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുവാൻ ഇടയാവരുത്. ഈ വാർത്ത ആരും കൊടുക്കുവാൻ സാധ്യതയില്ല. സഭ ആ വാർത്ത മുക്കും. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഈ വാർത്ത ജനങ്ങളിൽ ഷെയർ ചെയ്ത് നൽകുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.